പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17-ന് പത്തനംതിട്ടയിലും പ്രചാരണത്തിനെത്തും. 15-ന് പാലക്കാടും മോദി എത്തുന്നുണ്ട്. പത്തനംതിട്ടയിലെത്തുന്ന മോദി ശബരിമലയിൽ ദർശനത്തിനെത്താനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ പത്തനംതിട്ടയിലേക്കും പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ള വിവരം, പ്രചരണം കൂടുതൽ കൊഴുക്കാൻ തന്നെയാണ് സാധ്യത. ശബരിമലയിലും ദർശനം നടത്തിയേക്കും. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദൃശ്യ NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മോദി കേരളത്തിലേക്ക് ആദ്യമായി എത്തുമ്പോൾ വലിയ ആവേശത്തിലാണ് കേരളത്തിലെ BJP പ്രവർത്തകരും NDA പ്രചരണവുമെല്ലാം. 17-ാം തീയതി പത്തനംതിട്ടയിൽ അദ്ദേഹം അനിൽ ആന്റണിയുടെ പ്രചരണത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തുമ്പോൾ ഏറെ ആവേശത്തോടെയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഈ ഒരു അറിയിപ്പ് ലഭിച്ച സമയം മുതൽ കാത്തിരിക്കുന്നത്. പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സ്ഥലം, സമയം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടെ വ്യക്തത വരുമെന്നാണ് BJP ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയുടെ പ്രചരണം മണ്ഡലത്തിൽ ഏറെ മുന്നിലാണ്. ശക്തമായ പ്രചരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്നത്. മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളിൽ നിന്ന് അനിൽ ആന്റണിക്ക് വലിയ പ്രതികരണവും ലഭിക്കുന്നുണ്ട്. അനിൽ ആന്റണി പ്രചരണത്തിനെത്തുന്ന സ്ഥലങ്ങളിലെല്ലാം വലിയ ആൾക്കൂട്ടമുണ്ട്. വലിയ സാധാരണക്കാരായ ആളുകളുടെ ഒരു പങ്കാളിത്തം ഈ മേഖലകളിലെല്ലാം ഉണ്ട്. ഈ ഒരു പ്രചരണത്തിന്, ശക്തമായ ഈ പ്രചരണത്തിന് ഒപ്പം പ്രധാനമന്ത്രി കൂടി 17-ാം തീയതി മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ വലിയ സ്വീകരണം, വലിയ ആവേശോജ്വലമായിട്ടുള്ള പ്രചരണ തലങ്ങളിലേക്ക് പത്തനംതിട്ടയിലെ NDAയുടെ പ്രചരണം മറ്റൊരു തലത്തിലേക്ക് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം പങ്കെടുക്കുന്നത് പത്തനംതിട്ടയിലും പാലക്കാടുമാണെങ്കിൽ 15-ാം തീയതി പാലക്കാടും അതിന് തൊട്ടടുത്ത ദിവസം പത്തനംതിട്ടയിലും അദ്ദേഹം എത്തുമ്പോൾ, പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് കേരളത്തിലെ മുഴുവൻ NDA സ്ഥാനാർത്ഥികളുടെയും പ്രചരണങ്ങൾക്കാകും ശക്തി പകരുക. പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ സാന്നിധ്യം പ്രചാരണങ്ങളിൽ NDAക്ക് കേരളത്തിൽ കൂടുതൽ മുന്നിലെത്താൻ സഹായകമാകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. നേരത്തെ തൃശ്ശൂരിലും കൊച്ചിയിലും അവസാനം തിരുവനന്തപുരത്തും അദ്ദേഹം എത്തിയപ്പോൾ കേരളം കണ്ടതാണ് ജനസാഗരം. വലിയ ജനകീയ പിന്തുണയായിരുന്നു അദ്ദേഹം എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ലഭിച്ചിരുന്നത്. തൃശ്ശൂരിൽ ഉണ്ടായ പരിപാടിയിലും, തൃശ്ശൂരിലെ സ്ത്രീകളുടെ പരിപാടിയിലും, അതിനുശേഷം അത് കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴും, കൊച്ചിയിൽ മുൻപ് പങ്കെടുത്ത റോഡ് ഷോയിലും, തിരുവനന്തപുരത്ത് K. സുരേന്ദ്രൻ നയിച്ച പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴെല്ലാം വലിയ ജനസാഗരം തന്നെയായിരുന്നു ആ വേദികളിലെല്ലാം ഉണ്ടായത്. അതേ കാഴ്ച, അല്ലെങ്കിൽ അതിനപ്പുറം ജനകീയമായ വേദികളാകും അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെത്തുമ്പോഴും കാണാനാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയാണ് NDA ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ആ ഗ്യാരണ്ടിയിൽ ഉറപ്പു നൽകിക്കൊണ്ട് പ്രധാനമന്ത്രി തന്നെ കേരളത്തിലേക്ക്, ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ അത് NDAയുടെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വലിയ കരുത്താകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രചരണ പരിപാടികളാകും പത്തനംതിട്ടയിൽ നിന്നുമൊക്കെ ഇനി 17-ാം തീയതി കാണാനാവുക. പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ആവേശത്തിലാണ് പ്രവർത്തകരും. അദ്ദേഹം എത്തുന്ന സമയം, സ്ഥലം, പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയക്രമം, മറ്റ് സ്ഥലം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അക്കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് BJP ജില്ലാ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ദൃശ്യം. ശരി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17-ന് പത്തനംതിട്ടയിലും പ്രചാരണത്തിനെത്തും. 15-ന് പാലക്കാടും മോദി എത്തുന്നുണ്ട്. പത്തനംതിട്ടയിലെത്തുന്ന മോദി ശബരിമലയിൽ ദർശനം നടത്താനും സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.